ഇന്ന് നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി സാമ്പാർ റെസിപ്പി നോക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബൈമോട്ട് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ബൈമോട്ട് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ആപ്പിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈസി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം 1/2 ഗ്ലാസ് സാമ്പാർ പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിച്ചു. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പരിപ്പ് വേവാനായിട്ട് ഞാൻ 3 വിസിലാണ് അടിച്ചത്. അപ്പോൾ പരിപ്പ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. ഇവിടെ 3 പേർക്ക് കഴിക്കാനായിട്ട് വളരെ കുറച്ച് മലക്കറിയാണ് എടുത്തിട്ടുള്ളത്. കത്തിരിക്ക, വാഴയ്ക്ക, വെള്ളരിക്ക, പടവലങ്ങ, കൊച്ചുള്ളി, പിന്നെ വെണ്ടയ്ക്ക, മത്തങ്ങയുടെ ഒരു ചെറിയ പീസ്, ക്യാരറ്റ്, വെളുത്തുള്ളി ഒരു 7-8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കൊച്ചുള്ളിയാണെങ്കിൽ ഒരു 5-6 കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഫ്ലേവറിനായിട്ട് അല്പം മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ചേമ്പ്, ചീനിയമരയ്ക്ക, ഇങ്ങനെ വളരെ കുറച്ച് ഐറ്റംസ് മാത്രം എടുത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിതെല്ലാം ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പാകം ചെയ്ത് വെച്ച സാമ്പാർ പരിപ്പിൻ്റെ മേലെ കൂടെയാണ് ഇട്ടിരിക്കുന്നത്. അത് മാറ്റിയിട്ടൊന്നുമില്ല. 3 വിസിലടിച്ച സാമ്പാർ പരിപ്പിൻ്റെ പുറത്തൂടെയാണ് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ കായത്തിൻ്റെ പൊടി ആഡ് ചെയ്യുവാണ്. ഇത് ഒരു 1/2 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കായത്തിൻ്റെ കട്ടയാണ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതും ചെറിയൊരു പീസ് കട്ട ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ പൊടിയാണുള്ളത്, അതുകൊണ്ട് പൊടി ഞാൻ 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നു. സാമ്പാർ പൊടി ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. സാമ്പാർ പൊടിയുടെ ആവശ്യമില്ല നമ്മൾ നോർമലായിട്ട് കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട, ഓപ്ഷണലാണ്. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പ് വേവിച്ച സമയത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ വേവിക്കുക. വെന്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ കടുക് താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ താളിക്കാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നോർമൽ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അല്പം ഉലുവയും കൂടെ പൊട്ടിക്കുക. ദെൻ കറിവേപ്പിലയും വറ്റൽ മുളകും ആഡ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷം 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് ആ എണ്ണയിൽ തന്നെ ഒന്ന് വറുത്തങ്ങെടുക്കുക. അപ്പം ഒന്ന് കളർ ചേഞ്ച് ചെയ്യും, മുളക് പൊടിയുടെ കളർ ചേഞ്ച് ആകും. എന്നിട്ടാണ് ഇതിൻ്റെ പുറത്ത് താളിച്ചൊഴിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ താളിച്ചപ്പോൾ 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 2 സ്പൂൺ മുളക് പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ഗ്രേവി എങ്ങനെ വേണം ഡിസൈഡ് ചെയ്യാം. ചിലർക്ക് സാമ്പാർ കുറച്ച് ലൂസ് ഗ്രേവി ആയിട്ട് വേണം, ചിലർക്ക് തിക്ക് ഗ്രേവി ആയിട്ടാണ്. ലൂസ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങ് ഓഫ് ചെയ്യുക. ഇനി കൂടുതൽ ലൂസ് വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത്, ചൂടുവെള്ളം ചേർത്തൊന്ന് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ചിലർക്ക് തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് 1-2 മിനിറ്റ് ഇട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ അങ്ങ് ഗ്രേവി തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. പലരും വിചാരിക്കുന്നുണ്ടാകും പുളി ആഡ് ചെയ്തില്ലല്ലോ എന്ന്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ. നമുക്ക് ഈ തക്കാളിയുടെ പുളി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പുളി ആഡ് ചെയ്യാറില്ല. പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളി ആഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പുളി ആഡ് ചെയ്യാതെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇത് നന്നായിട്ട് ചേരും. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പുളി ആഡ് ചെയ്ത് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇഡലിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാലോ.